ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആനിമേഷൻ ലാംഗ്വേജസ് എന്നാണ്. ഓക്കെ, സോ 3 ലാംഗ്വേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കീ ഫ്രെയിം സിസ്റ്റം, പാരാമീറ്ററൈസ്ഡ് സിസ്റ്റം, സ്ക്രിപ്റ്റിംഗ് സിസ്റ്റം. ഓക്കെ, കീ ഫ്രെയിം സിസ്റ്റം, പാരാമീറ്ററൈസ്ഡ് സിസ്റ്റം, സ്ക്രിപ്റ്റിംഗ് സിസ്റ്റം. ഓക്കെ, സോ എന്താണ് കീ ഫ്രെയിം സിസ്റ്റംസ് എന്ന് ചോദിച്ചാൽ, കീ ഫ്രെയിം സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആനിമേഷൻ ലാംഗ്വേജ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് ആനിമേഷൻ ലാംഗ്വേജ് ആണെങ്കിൽ അതിനകത്ത് ധാരാളം ആനിമേഷൻ ഫങ്ഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇല്ലേ. ഒരു എഡിറ്റർ ഉണ്ടാകും, കീ ഫ്രെയിംസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, റുട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു തൊട്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കീ ഫ്രെയിം സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് ആനിമേഷൻ ലാംഗ്വേജ്. ദെൻ ഇനി എന്തിനാണ് കീ ഫ്രെയിം സിസ്റ്റം എന്ന് പറയുന്നത്? ഇതൊരു ലാംഗ്വേജിൻ്റെ പേരാണ് കേട്ടോ, കീ ഫ്രെയിം സിസ്റ്റംസ് എന്നുള്ളത്. ഒരു കാര്യം പറയട്ടെ, എപ്പോഴും കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കുന്നതാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് വാട്ട് ഈസ് കീ ഫ്രെയിം എന്നായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് കീ ഫ്രെയിം സിസ്റ്റം എന്ന് ചോദിക്കും. കീ ഫ്രെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ ചോദ്യം ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. അല്ലാതെ കീ ഫ്രെയിം എന്നാണ് ചോദ്യമെങ്കിൽ ദാ ഈ പറഞ്ഞ പോലെ ഒരു സീനിൻ്റെ ഫസ്റ്റും അതുപോലെ ലാസ്റ്റും ആക്ഷനാണ് കീ ഫ്രെയിം. തെറ്റിക്കരുത്, എപ്പോഴും ഈ മിസ്റ്റേക്ക് കാണാറുണ്ട്. ഓക്കെ, കീ ഫ്രെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആനിമേഷൻ ലാംഗ്വേജ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ആനിമേഷൻ ലാംഗ്വേജ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്നറിയോ? അതായത് കീ ഫ്രെയിം എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ ലാംഗ്വേജ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫ്രെയിംസിനെ ജനറേറ്റ് ചെയ്യാൻ മാത്രം ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞു കീ ഫ്രെയിം എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ. സോ കീ ഫ്രെയിം സിസ്റ്റംസ് എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസിനെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കാണുന്നതാണ് ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കീ ഫ്രെയിം സിസ്റ്റംസ് എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് മോർഫിങ്ങും പരിപാടികളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. മോർഫിംഗ് നിങ്ങൾക്കറിയാം, മോർഫിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അല്ലേ? ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ്. ഓക്കെ, സോ മോർഫിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കീ ഫ്രെയിം സിസ്റ്റംസ് എന്നുള്ള ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇനി നമ്മൾ രണ്ടാമത്തെ ലാംഗ്വേജ് പറയാണ്, അതാണ് പാരാമീറ്ററൈസ്ഡ് സിസ്റ്റംസ്. പാരാമീറ്ററൈസ്ഡ് സിസ്റ്റംസ് എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആനിമേഷൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ എന്താണ് ഈ ലാംഗ്വേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കും. എന്തെങ്കിലും മനസ്സിലായോ? അതായത് നമ്മൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം, ഉറപ്പായിട്ടും നമുക്കൊരു ഒബ്ജക്റ്റ് വേണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യണം? ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യണം, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് ആ ഒബ്ജക്റ്റിന് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ചെറിയ മനുഷ്യൻ്റെ രൂപമാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ആ ഒബ്ജക്റ്റിന് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര വിഡ്ത്ത് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പറയാമല്ലോ. ആ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റിൻ്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. മനസ്സിലായോ? ഈ ഒബ്ജക്റ്റ് ഡെഫിനേഷൻ്റെ കൂടെ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും പാരാമീറ്ററൈസ്ഡ് സിസ്റ്റംസ് ആണെങ്കിൽ. അപ്പോൾ എന്താണ് ഈ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ മനുഷ്യൻ്റെ രൂപമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആ മനുഷ്യൻ ഫ്രണ്ടിലേക്ക് നടക്കുന്ന ഒരു സീനാണ്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓടുന്ന പോലത്തെ ഒരു സീനാണ് ജനറേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക.
ഇത്രയും എക്സ്പ്ലനേഷൻസ് ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ ടെക്സ്റ്റിൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, ഈ ഓബ്ജക്റ്റിൻ്റെ മോഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന്. ഓക്കെ, അതായത് ഇപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ രൂപം, ആ ഒരു ഓബ്ജക്റ്റ് ഓടുന്നതായിട്ടുള്ളൊരു സീനാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം. നമ്മളൊന്ന് ഓടുകയാണ്. നമ്മൾ ഓടിയാൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മാറും. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കുറേ പേര് കട്ടിലിൽ കിടന്നിട്ടായിരിക്കും എന്നെ കേൾക്കണേ. ഇപ്പം പെട്ടെന്ന് ഞാൻ ആ റൂമിലേക്ക് കയറി വരികയാണെങ്കിൽ നിങ്ങൾ ചാടി എണീക്കൂലേ? ഓക്കെ, അങ്ങനെ ചാടി എണീക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളിലുണ്ടാവുക? നിങ്ങളുടെ മൊത്തം നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പ് തന്നെ അവിടെ നിന്ന് മാറി ചാടി ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫുൾ ഫിഗർ ആ ഇരുന്ന സ്ഥലത്തു നിന്ന് മാറുകയാണ് ഇപ്പുറത്തേക്ക്. ഓടിപ്പിണഞ്ഞാണ് നമ്മൾ, ചാടി പിണഞ്ഞാണ് നമ്മൾ എണീക്കുന്നത്. പെട്ടെന്ന് നമ്മളുടെ മുഖത്തിൽ ഫേഷ്യലായിട്ടുള്ള എക്സ്പ്രഷൻസ് മാറും. ഓക്കെ, നമ്മുടെ കണ്ണ് ചിലപ്പോൾ ഒന്ന് ചിമ്മുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ അപ്സെറ്റ് ആവുന്നൊരു ഫേസ് ആയിരിക്കും. മനസ്സിലായോ? സോ ആ ഒബ്ജക്റ്റിൽ ആ ഒരു മോഷൻ കാരണം എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പാരാമീറ്ററൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ. മനസ്സിലായോ? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പാരാമീറ്ററൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിന് ഒരു മോഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് അവിടെ തന്നെ സ്പെസിഫൈ ചെയ്യാം. മനസ്സിലായോ? ദെൻ ലാസ്റ്റ് വൺ, സ്ക്രിപ്റ്റിംഗ് സിസ്റ്റംസ്. ഇതിലെനിക്ക് കൂടുതലായിട്ട് പറയാനില്ല, കാരണം നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികളല്ല. നിങ്ങൾ നെക്സ്റ്റ് സെമ്മിൽ പഠിക്കും സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാലും സം സോർട്ട് ഓഫ് കോഡിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിൽ കൂടെ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ ആ ആനിമേഷൻ സീക്വൻസും നമ്മൾക്ക് സ്പെസിഫൈ ചെയ്യാം. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സം സോർട്ട് ഓഫ് കോഡിംഗ് ആണ്. അത് നിങ്ങൾ പഠിക്കും. അപ്പോൾ ആ പേരിൽ നിന്നും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സ്ക്രിപ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ജനറേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമേഷൻ ലാംഗ്വേജ് ആണ് സ്ക്രിപ്റ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്: കീ ഫ്രെയിം സിസ്റ്റംസ്, പാരാമീറ്ററൈസ്ഡ് സിസ്റ്റംസ്, സ്ക്രിപ്റ്റിംഗ് സിസ്റ്റംസ്. കേട്ടോ? ഇതിൽ കീ ഫ്രെയിം സിസ്റ്റംസ് കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതൊരു എസ്സേ ക്വസ്റ്റൻ ആയിട്ടൊന്നും നിങ്ങളോട് ചോദിക്കില്ല, ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടേ ചോദിക്കുള്ളൂ. സോ പറയുമ്പോൾ ജസ്റ്റ് ആനിമേഷൻ്റെ ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഡെഡിക്കേറ്റഡ് ഫങ്ഷൻ, ഡെഡിക്കേറ്റഡ് ലാംഗ്വേജ് എടുത്താൽ നിങ്ങൾക്ക് ഇന്ന അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഈ 3 എണ്ണം എഴുതാനായിട്ട്. അല്ലാതെ നിങ്ങൾ എഴുതിയാൽ ഒന്നും കണ്ടൻറ്റ് ഉണ്ടാവില്ല. കേട്ടോ? സോ ഇനി നിങ്ങൾ PPT നോക്കുക കേട്ടോ.